നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ മുത്തശ്ശൻ നയനയോട് പറഞ്ഞു, മോളെ നാഗേന്ദ്രന്റെ കാര്യമൊന്നും ഈ വീട്ടിൽ പറയേണ്ട കാര്യമില്ല. നിന്റെ മുത്തശ്ശൻ കേട്ടാണ്ടല്ലോ, മുത്തശ്ശന് സഹിക്കില്ല. ആ പേര് പോലും ആരും ഇവിടെ പറയുന്ന ഇഷ്ടമില്ല. അത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, ഒരുപക്ഷെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാഗേന്ദ്രന്റെ ഇവിടുന്ന് പുറത്താക്കിയതിന്റെ കാരണമൊക്കെ അമ്മ പറയൂന്ന് ആദർശ് ചിലപ്പോ മോളോട് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും മോൾ ഇങ്ങോട്ടേക്ക് വന്നല്ലേന്ന് ചോദിച്ചു. നായനെ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അയാൾ പ്രതികാര ചിന്തയായിട്ട് വന്നിരിക്കുക. അതെ, കൂടുതൽ അയാളെ കുറിച്ച് അന്വേഷിക്കാനൊന്നും പോകണ്ട. അത് ദോഷമേ ചെയ്യത്തുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. പ്രത്യേകിച്ച് നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആദർശ് മോനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞേരെ. പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് പോയി. കുറച്ച് ആദർശ് അജയന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അജയൻ പറഞ്ഞു, വാ ആദർശ് ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അല്ല ഇളയച്ച, ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ കമ്പനിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നാഗേന്ദ്രന് കുറെ പാടുപെട്ടിട്ടുണ്ട്. അല്ല പിന്നെ എന്തിനായിരിക്കും അയാളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുണ്ടായിരിക്കുക? ആദർശേ, ഓണം വരാൻ പോവാ. കമ്പനി നല്ല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ പോവാ. നല്ല സെയിൽസും കാര്യങ്ങളും ഉണ്ടാവണം. അതിന്റെ ഇടയ്ക്ക് ഇമാതിരി ചിന്തകളൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിയാലോ, നാഗേന്ദ്രന്റെ പേര് കേൾക്കുന്ന പോലും ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല. പ്രത്യേകിച്ച് അച്ഛന് ഈ പേര് കേൾക്കുന്ന ഇഷ്ടമില്ല. അതല്ല ഇളയച്ച, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ നാഗേന്ദ്രൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടല്ലേ? നാഗേന്ദ്രന്റെ ഇവിടുന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇത്രയും വളർത്തിക്കൊണ്ട് വരാനായിട്ട്. ഓ പിന്നെ അവന്റെ കഷ്ടപ്പാട് അതൊന്നും അധികം ഒന്നുമില്ല. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത്. അവൻ അധികം കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാനും നിന്റെ അച്ഛനും പിന്നെ അച്ഛനെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് വന്ന്. പിന്നെ നീ കമ്പനിയുടെ MD ആയതിനു ശേഷം കമ്പനി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു, അത്രമാത്രം. അല്ലാതെ നാഗേന്ദ്രനൊന്നും ചെയ്തിട്ടില്ല. അല്ല ഇളയച്ച, നാഗേന്ദ്രൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. എടാ, നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാ? നാഗേന്ദ്രൻ നന്മയെക്കുറിച്ചൊക്കെ ആ ശങ്കരനായിരിക്കൂലേ? ശങ്കരനോട് ആരാ പറഞ്ഞേ? നാഗേന്ദ്രനല്ലേ. നാഗേന്ദ്രൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ജലജയുടെ കുറ്റമാണ്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. പിന്നെ ആദർശ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോണ്ട. ഇനി ഓണത്തിന് കമ്പനി നടക്കുന്ന സെയിലിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രമാണ് നിന്റെ മനസ്സിൽ. ഇതെങ്ങാനും അച്ഛന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടല്ലോ, പിന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോണെന്നും പറയാൻ പറ്റില്ല. അതും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് ആദർശനോട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം മുറിയിലേക്ക് വന്നു നായനോട് പറഞ്ഞു, ഞാനിതിനെക്കുറിച്ച് ഇളയച്ചനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാഗേന്ദ്രനെ കുറിച്ചൊക്കെ. പക്ഷേ എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? ഇളയച്ചനും ഇതിനകത്ത് പങ്കുണ്ടെന്നാണോ പറയുന്നത് നാഗേന്ദ്രനെ ഇറക്കി വിട്ടതില്? എന്തോ ഒരു കാര്യമുണ്ട്. കാരണം അച്ഛനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛന് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാ പറഞ്ഞത്. അറിയാമെങ്കിൽ അച്ഛൻ പറഞ്ഞാലും നാഗേന്ദ്രനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുള്ള കാരണത്തെ കുറിച്ച് അച്ഛനൊന്നും അറിയത്തില്ല. പക്ഷെ ഇളയച്ചൻ എന്തൊക്കെയോ അറിയാൻ തോന്നേ. ഇളയച്ചനും അതുപോലെ അപ്പച്ചിക്കും നാഗേന്ദ്രനും ഒക്കെ അറിയാവുന്ന ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു പങ്ക് അവർക്കുണ്ട്. കാരണം നാഗേന്ദ്രനെ കൂടെ കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് ഇളയച്ചൻ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അല്ല, മുമ്പ് നാഗേന്ദ്രന്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ ഇളയമ്മയാണെങ്കിലും നല്ല ദേഷ്യത്തിലായിരുന്നു. കാരണം ഇളയമ്മയ്ക്കും ആ പേര് കേൾക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ ഇളയമ്മയ്ക്കും അറിയായിരിക്കും. ഇളയച്ചനും നാഗേന്ദ്രനും അപ്പച്ചിക്കും ഒക്കെ അറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാന്ന് തോന്നല്ലേ? ആദർശ് പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇളയച്ചൻ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇളയച്ചൻ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്ന ആളല്ല. കാരണം എൻ്റെ അച്ഛൻ്റെ സ്വഭാവമൊക്കെ തന്നെ ഇളയച്ചനും. പക്ഷെ ഇവർക്ക് മാത്രം അറിയുന്ന എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇളയച്ചൻ നാഗേന്ദ്രന്റെ പേര് കേൾക്കുമ്പോൾ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത്. അതെന്താന്ന് കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ പെട്ടെന്നൊന്നും ഞാൻ ഇതിന്റെ പിന്നാലെ പോകുന്നില്ല. ഓണവും കാര്യങ്ങളൊക്കെ വരുമല്ലേ, അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ശേഷം മതി ഇതിന്റെ പിന്നാലെ പോകുന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. നന്ദുവായിട്ട് ഇന്നലെ പൊന്മുടി പോയതും അവിടെ വൈകുന്നേരം ഇങ്ങനെ തീ ചൂടൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നതായ കാര്യങ്ങളൊക്കെ അനിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി മായുവാണ്. അപ്പോഴാണ് അവിടേക്ക് ജാനകിയുടെ വരവ്. ജാനകി വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്താ എനിക്കൊന്നും ആലോചിച്ചൂടെ? ഓ, അവളെ കുറിച്ചായിരിക്കും, മറ്റവളെ കുറിച്ച്, നന്ദുവിനെ കുറിച്ച്. എടാ, നിനക്ക് നാണം ഉണ്ടാണ് അവളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കാൻ. ഞാൻ ആരെ കുറിച്ച് ചിന്തിച്ചാലും അമ്മയ്ക്ക് എന്താ? എടാ, ഇനി അടുത്ത കോടതി കൂടുമ്പോ നിനക്ക് ഡിവോഴ്സ് കിട്ടും. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ അവന്തികയുടെ കല്യാണം, പിന്നെ അവന്തികയുടെ കല്യാണം അത് നടക്കാൻ പോകുന്ന കല്യാണം ഒന്നുമല്ല. അത് നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു.
അന്ന് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലോ, ഞാൻ മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവന്റെ കഴുത്തിൽ താലി ആർത്താനൊന്നും എന്നെ കിട്ടില്ല. അവളെ ആ രീതി കാണാൻ എനിക്ക് പറ്റത്തില്ല. ഓ, നിന്റെ മനസ്സിൽ അവളായിരിക്കില്ല നന്ദു. എടാ, അവളുമായിട്ടുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല. അല്ല, ആ അവളും നവീനും എല്ലാരും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നല്ലോ. എടാ, നന്ദുവിനെ അവൻ കല്യാണം കഴിക്കാൻ പോവാ നവീന്. നീ അത് അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടതും അനി പറഞ്ഞു, നന്ദുവിന് അതിന് ഇഷ്ടമൊന്നുമില്ല. നിന്നോട് ആര് പറഞ്ഞു ഇഷ്ടമില്ലാന്ന്? എടാ, അവർ തമ്മിലുള്ള കല്യാണം നടക്കും. അല്ലെങ്കിലും നവീനാണെങ്കിൽ മിടുക്കനാ. അവന്റെ സ്വന്തം കഴിവുകൊണ്ട് അവൻ പഠിച്ച് നല്ലൊരു വക്കീലായി. നിന്നേക്കാളും നല്ലവനാ അവന്. അതുകൂടെ കേട്ടിഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അമ്മേ, നവീൻ അവളെ കല്യാണം കഴിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് നന്ദുവാണ്. നന്ദുവിനെ നവീൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. എടാ, നീ എന്ത് വർത്താനാ പറയണേ? ഈ പറയുന്ന കനയ്ക്കും ഗോവിന്ദനും ഒക്കെ നന്ദുവിനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ല. അവർക്കൊക്കെ നവീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ താല്പര്യം. ആയിക്കോട്ടെ, പക്ഷേങ്കിലേ നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. എടാ, നീ എന്താ പറയണേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണം കഴിക്കാതെ ഇവിടെ നിൽക്കത്തുള്ളൂ. ഇന്നത്തെ കാലത്തെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഇഷ്ടംപോലെ ആൺകുട്ടികളുണ്ട്. എടാ, അപ്പൊ എനിക്കൊരു മരുമകളെ വേണ്ടെന്നാണോ? അമ്മയ്ക്ക് മരുമകളെ വേണ്ട, അത്ര തന്നെ. അമ്മയുടെ വാശി അങ്ങോട്ട് ജയിക്കണമല്ലോ. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എത്രയോ ആൺകുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. അതുപോലെ തന്നെ ഞാൻ നിന്നോളാം. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ജാനകി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അനിയുടെ ഇങ്ങനത്തെ ഒരു തീരുമാനം. കുറച്ച് കഴിഞ്ഞപ്പോൾ അജയനാണ് ആകെപ്പാട് ടെൻഷനോടുകൂടി ഒരു നമ്പർ എടുത്ത് കോൾ ചെയ്യാൻ ഒരുങ്ങുവാണ്. ആ സമയത്താണ് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് കോള് കട്ട് ചെയ്തു അജയന്. അനി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവധിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കുമല്ല. അമ്മയാണെങ്കിൽ അവളെ വിവാഹം കഴിച്ചാൽ മതിയാവണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുക. അല്ല, അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? ഞാൻ എല്ലാവരോടും പറഞ്ഞല്ലേ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ലെന്ന്. എടാ, അത് പിന്നെ അവൾക്ക് പ്രതീക്ഷ കൊടുത്തല്ലേ. അത് മാത്രമല്ല, അച്ഛൻ എല്ലാവരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച ബന്ധമല്ലേ ഇത്. അച്ഛാ, എന്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതും നന്ദുവാണ്. അവളെ അല്ലാതെ വേറെ ഞാൻ വിവാഹം കഴിക്കില്ല. എടാ, നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവല്ലേ അച്ഛാ. അതിന് അവള് സമ്മതം പറഞ്ഞിട്ടൊന്നുമില്ല. അവളുടെ അച്ഛനും അമ്മയിലെ സമ്മതം പറഞ്ഞിരിക്കുന്നേ. എടാ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ തമ്മിലുള്ള വിവാഹം നടക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? അച്ഛാ, അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അവര് തമ്മിലുള്ള വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല. അവൾക്ക് എന്നെ ഇഷ്ടം, എനിക്ക് അവളെ ഇഷ്ടമാണ്. എടാ, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അച്ഛാ, ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഇനിയിപ്പം നന്ദുവിന് എന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ, അവളെ തയ്യാറാണെങ്കിൽ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ അച്ഛൻ എന്നോടൊപ്പം നിൽക്കുമോന്ന് ചോദിച്ചു. ഒരു നിമിഷം ആലോചിച്ചിട്ട് അജയൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഞാൻ കൂട്ടി നിൽക്കില്ല നിനക്കെന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് വർത്താനോ അച്ഛാ പറയണേ? അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. നേരത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നോണ്ടിരുന്നല്ലേ. ഓ, അപ്പൊ അച്ഛനിപ്പോ ബുദ്ധിമുട്ടല്ലേ? ആയിക്കോട്ടെ, അങ്ങനെയാണോ? ഒരു കാര്യം ഞാനും പറഞ്ഞേക്കാം. ഇനിയിപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞാലും ശരി, അവന്തിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറില്ല. എന്റെ കല്യാണം ഈ ജന്മത്ത് നടക്കും, നിങ്ങളാരും പ്രതീക്ഷിക്കുകയും വേണ്ട. എടാ മോനെ, ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, എന്നെ വേറെ കല്യാണം കഴിപ്പിക്കാന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യണ്ട. നന്ദു അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവാനും പോകുന്നില്ല. അതും പറഞ്ഞ് വിളിച്ചിട്ട് അനി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അജയൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, ഈ ഒരു സാഹചര്യത്തില് നന്ദു എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസർ ഇവിടേക്ക് വരാൻ പാടില്ല. വന്നിട്ടുണ്ടേ ശരിയാകത്തില്ല. അപ്പൊ അജയന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്. അയാൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് നാഗേന്ദ്രനും ഒക്കെ അറിയാതെ എന്തോ കാര്യമുണ്ട്. ആദർശ് പറഞ്ഞ് ശരിയാണ്. ഈ പറയുന്ന അജയനൊക്കെ എന്തൊക്കെയോ ഒരു പങ്കുണ്ട് നാഗേന്ദ്രന്റെ ഇവിടെ നിന്ന് വീട് വിട്ടു പോകാൻ കാരണമാകുന്നേ. അപ്പൊ അജയനും ഭയക്കുന്നുമുണ്ട്. ഒരു പക്ഷെ അത് മുത്തശ്ശൻ അറിഞ്ഞാലാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു ഭയം അജയന്റെ മനസ്സിനെ പിന്തുടരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു അനിയും കൂടെ കണ്ടുപിട്ടുവാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അനി നിനക്കറിയാലോ, വേണമെങ്കിൽ 3-4 ഗുണ്ടകളെ ഒരുമിച്ച് ഞാൻ വേണേ നേരിടും. പക്ഷെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, നിന്റെ കാര്യം പറയാൻ പറഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നീ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എടി നിന്റെ മനസ്സിലുള്ള നീ വീട്ടിൽ തുറന്നു പറയാനായിട്ട്. നീ എന്താണെങ്കിലും നിന്റെ മനസ്സ് വീട്ടിൽ തുറന്നു പറഞ്ഞു. പക്ഷെ അതുപോലെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നീ വീട്ടിൽ പറഞ്ഞല്ലോ നന്ദു മാത്രം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുള്ളെന്ന്, വേറൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. അതുപോലെ തന്നെ ഞാൻ എന്റെ മനസ്സിലത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ട്, നീ മാത്രമേ ഉള്ളൂ. അത് വീട്ടുകാരുടെ ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. അതിനി എന്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അതല്ല, ഇപ്പോഴൊരു പുതിയ പ്രശ്നം വന്നിരിക്കുള്ളൂ. നവീന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നവീന്റെ ആലോചന മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, എടാ അതെനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എടി അതാ പറഞ്ഞത്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നവീൻ മിക്കവാറും എനിക്ക് തോന്നേ എനിക്ക് ഡിവോഴ്സ് എളുപ്പത്തിൽ വാങ്ങിച്ചേരുമെന്ന് തോന്നില്ല. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ എൻ്റെ നിർണായകപരമായ ദിവസങ്ങളാണ്. കാരണം
കോടതി കേസ് വിളിക്കണ സമയത്ത് അവൻ ചിലപ്പോൾ ഉഴപ്പിയിട്ടുണ്ടെങ്കിലോ, അവന് തോന്നുവാണ് എനിക്ക് ഡിവോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാകത്തില്ലെന്ന്. അങ്ങനെ എന്തേലും ആയിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത്? എനിക്ക് നല്ല ഭയമുണ്ട് നന്ദു. നവീനേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? നവീനേട്ടൻ നമ്മളെ എത്രയോ വട്ടം രക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചു, നിന്റെ കുടുംബത്തെ രക്ഷിച്ചല്ലേ? അപ്പൊ പിന്നെ എന്താ ഒരു പൈസ പോലും മേടിക്കാതല്ലേ ബാധിച്ചേ? എടി പൈസയുടെ അല്ല, അവൻ ചോദിച്ച എത്ര ലക്ഷം രൂപ വെള്ളം ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതി. ഇനിയിപ്പം ആ അനാമിക ഡിവോഴ്സ് തരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പൈസ കിട്ടുമെന്ന് പൈസ വേണമെന്ന് പറയുവാണെങ്കിൽ എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി, പണം കൊടുത്തിട്ടാണെങ്കിലും ശരി, ഞാൻ ഡിവോഴ്സ് വാങ്ങിക്കാനേ നോക്കുള്ളൂ. ഇപ്പം നവീനിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കേസ് അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയാലോ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നുണ്ട്. എടാ നീ എന്തൊക്കെ ഇങ്ങനെ പറയണേ? നവീനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ? നവീനയുടെ നല്ലൊരു വക്കീല, ഒരിക്കലും നിന്നെ ചതിക്കാനൊന്നും കൂട്ട നിൽക്കത്തൊന്നുമില്ല. നവീനേണ്ട എന്താണെങ്കിലും നമ്മുടെ നന്മയെ കരുതിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. നീ തൽക്കാലത്തേക്ക് അങ്ങനെയും ചിന്തിക്കുകയൊന്നും വേണ്ട. നവീനേണ്ട അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അല്ല നന്ദു, എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്നേ, നീ ധൈര്യമായിട്ടിരിക്കുക. മറ്റന്നാൾ കോടതി കൂടുമല്ലേ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം നവീനെ കാണാനായിട്ട് അനി എന്നിട്ട് സംസാരിക്കുവാണ് ഡിവോഴ്സിനെ കുറിച്ച്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, നിനക്കെന്താടാ എൻ്റെ സംശയമുണ്ടോ? അതല്ലടാ, നിനക്കറിയാലോ എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പം എന്നിലുള്ള നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടോ? എടാ അനി, എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലാന്ന് നിനക്കറിയാലോ. കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഉള്ളവരൊക്കെ നല്ലവരാണ് തരും. അവരൊരിക്കലും ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ മനഃപൂർവ്വം ഡിവോഴ്സ് വൈപ്പിക്കുന്നതാണെന്നാണോ നീ കരുതിക്കൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ കൂടത്ത് നിന്ന് ചതിക്കുന്നവനല്ല. ആ സ്വഭാവം എനിക്കില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ നന്മയെ കരുതിയിട്ടോ ഞാൻ എപ്പോഴും ഓരോന്ന് ചെയ്യാറുള്ളൂ. അപ്പോഴേക്കും അനി പറഞ്ഞു, എടാ അതല്ല, നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ടെൻഷനാ. അതെന്തേലും ആയിക്കോട്ടെ, നിനക്ക് ഡിവോഴ്സൊക്കെ ഞാൻ വാങ്ങിച്ചുതരാം. കാരണം അനന്തപുരക്കാരോട് ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല ഞാൻ അവർക്ക് വേണ്ടി കേസുകളൊക്കെ വാദിച്ചിരിക്കുന്നത്. ഒരു ബന്ധവും കടപ്പാടും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നീ ഇത് എനിക്ക് വേണ്ടി പ്രയോഗിക്കേണ്ട എപ്പോഴാണെന്നറിയാവോ? എൻ്റെ നന്ദുവിൻ്റെ കല്യാണ സമയത്താ. അതെ, നമ്മുടെ രണ്ടുപേരുടെ ഫ്രണ്ടിനെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് പോന്നെ, നിനക്കറിയാലോ. ആ സമയത്ത് നീ എന്നോടൊപ്പം നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം അനിയുടെ മുഖം മാറി. അപ്പോഴേക്കും നവീൻ മനസ്സിൽ വിചാരിച്ചു, എടാ നിന്നെ കുറച്ച് ഞാൻ ഇങ്ങനെ ഇട്ട് വെള്ളം കുടിപ്പിക്കും, ഇത്തിരി ടെൻഷനാക്കും. അപ്പോഴേക്കും അനി പറഞ്ഞു, എടാ നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് അല്ലേ. എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ മറ്റന്നാള്? അതൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയില്ലാതെ അനി വല്ലാത്തൊരു ഞെട്ടലോടുകൂടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.